സക്സഷൻ അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിലും അതുപോലെ തന്നെ ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റിലും ഒരേപോലെ നടക്കുന്നുണ്ട്. അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിൽ നടക്കുന്ന സക്സഷനെയാണ് നമ്മൾ ഹൈഡ്രോസീൽ എന്നുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റില് സക്സഷൻ നടക്കുന്ന സബ്സ്ട്രേറ്റം ഏതാണോ അതിന്റെ ബേസിൽ നമ്മൾ അതിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പല പേരിട്ട് നമുക്കതിനെ വിളിക്കാം. xerosere എന്ന് പറഞ്ഞാൽ സക്സഷൻ ദാറ്റ് ഒക്കേഴ്സ് ഇൻ ഡ്രൈ എൻവയോൺമെന്റ്. ഇപ്പോൾ നമ്മൾ ഡെസേർട്ടോ അല്ലെങ്കിൽ അതുപോലെ ഒട്ടും വെള്ളത്തിന്റെ അവൈലബിലിറ്റി ഇല്ലാത്ത വളരെ ഡ്രൈ ആയിട്ടുള്ള ഹാബിറ്റാറ്റിൽ നടക്കുന്ന സക്സഷനെയാണ് നമ്മൾ xerosere എന്ന് വിളിക്കുക. ലിത്തോസിയർ എന്ന് പറഞ്ഞാൽ സക്സഷൻ ഓൺ ബെയർ റോക്ക് സർഫസ്, അതായത് സോയിലിന്റെ സർഫസിൽ അല്ലെങ്കിൽ റോക്കിന്റെ സർഫസ് അവിടെ നടക്കുന്ന സക്സഷനെയാണ് ബെയർ റോക്ക് അല്ലെങ്കിൽ ബെയർ സോയിലിന്റെ മുകളിൽ ആദ്യം നടക്കുന്ന സക്സഷനെയാണ് ലിത്തോസിയർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സാമോസിയർ എന്ന് പറഞ്ഞാൽ സാൻഡി ഏരിയ, അതിലെ സബ്സ്ട്രേറ്റം സാൻഡ് പാർട്ടിക്കിൾസ് ആയിരിക്കും. സക്സഷൻ നടക്കുന്നത് സാൻഡി ഏരിയയിലാണെങ്കിൽ സാമോസിയർ. ഹാലോസിയർ മീൻസ് സക്സഷൻ ദാറ്റ് ഒക്കേഴ്സ് ഇൻ സാലൈൻ സോയിൽ ഓർ വാട്ടർ. ഉപ്പ് രസം കൂടുതലുള്ള സോയിലിലോ വാട്ടറിലോ നടക്കുന്ന സക്സഷനാണ് ഹാലോസിയർ. ദെൻ സിനൈൽ മീൻസ് സക്സഷൻ ഒക്കറിംഗ് ഓൺ ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിക് മാറ്റർ. മൈക്രോ ഓർഗാനിസത്തിന്റെ സക്സഷൻ, ഡീക്കേ ചെയ്യുന്ന ഓർഗാനിക് മാറ്ററിന്റെ പുറത്ത് മൈക്രോ ഓർഗാനിസംസ് അതിന്റെ സക്സഷൻ നടക്കുന്നതിനാണ് സിനൈൽ എന്ന് വിളിക്കുക. ദെൻ ഇയോസിയർ എന്ന് പറഞ്ഞാൽ ഒരു ലോങ് അല്ലെങ്കിൽ ബ്രോഡ് ജിയോളജിക്കൽ ടൈം സ്കെയിൽ, ഒരു ഈറ എപ്പോക്ക് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒരു വലിയ ജിയോളജിക്കൽ ടൈംസ് പീരീഡിന്റെ ഉള്ളിൽ നടക്കുന്ന ടോട്ടൽ വെജിറ്റേറ്റീവ് ഗ്രോത്ത് അല്ലെങ്കിൽ ആ വെജിറ്റേഷന് സംഭവിക്കുന്ന ചേഞ്ച്, അതിന്റെ പ്രിമിറ്റീവ് സ്റ്റേജിൽ നിന്നും വളർന്ന് അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്ലാന്റ് കമ്മ്യൂണിറ്റി ആയിട്ട് എത്തുന്നു. അപ്പോൾ ആ ഒരു വലിയ ടൈം സ്പാനിലുള്ള നടക്കുന്ന ഡെവലപ്മെന്റ് ഓഫ് വെജിറ്റേഷൻ, അതിനെയാണ് നമ്മൾ ഇയോസിയർ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ xerosere. അപ്പോൾ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒന്നില്ലെങ്കിൽ ഒരു അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിലോ അല്ലെങ്കിൽ ഒരു ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റത്തിലോ നടക്കുന്ന സക്സഷൻ പ്രോസസ്സ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. ഹൈഡ്രോസിയർ അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദെൻ ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റിൽ നടക്കുന്നത് നമുക്കിപ്പോൾ xerosere അല്ലെങ്കിൽ ഡ്രൈ എൻവയോൺമെന്റിൽ നടക്കുന്ന സക്സഷൻ പ്രോസസ് ആണ് നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പഠിക്കാനുള്ളത്. ദെൻ xerosere is a plant succession which is limited by water availability. അപ്പോ വാട്ടർ സ്കേഴ്സിറ്റി അല്ലെങ്കിൽ വാട്ടറിന്റെ അവൈലബിലിറ്റി ആണ് xerosere അല്ലെങ്കിൽ സിറാർക്ക് സക്സഷനെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടർ. സിറാർക്ക് സക്സഷൻ നടക്കുന്നത് വാട്ടർ അവൈലബിലിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ വാട്ടർ സ്കേഴ്സിറ്റി പ്രിവെയിൽ ചെയ്യുന്ന കണ്ടീഷനിലാണ്. ദെൻ ഈ സിറാർക്ക് സക്സഷൻ നടക്കുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ഇന്റർമീഡിയറ്റ് സ്റ്റേജസ്, ഇന്റർമീഡിയറ്റ് പ്ലാന്റ് കമ്മ്യൂണിറ്റീസിനെയാണ് നമ്മൾ ഓരോ സീർ എന്ന് വിളിക്കുക. അപ്പൊ xerosere എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള സീർ റീപ്ലേസ് ചെയ്തിട്ടായിരിക്കും ഈ സിറാർക്ക് സക്സഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഇതാണ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഡിഫറെന്റ് സ്റ്റേജസ് ഇൻ സിറാർക്ക് സക്സഷൻ. ദെൻ ഇത് നടക്കുന്നതിന് വാട്ടർ സ്കേഴ്സിറ്റി വളരെ സ്കേഴ്സിറ്റി കൂടുതലായിട്ടുള്ള സർഫസ്, അതായത് സാൻഡ് ഡ്യൂൺസിലോ അല്ലെങ്കിൽ റോക്കിന്റെ സർഫസിലോ അതല്ലെങ്കിൽ ഡെസേർട്ടിലോ ഒക്കെയാണ് ഈ നടക്കുന്നത്. ഡെസേർട്ടിലൊക്കെ ആയിരിക്കും ഈ സിറാർക്ക് സക്സഷൻ നടക്കുക. ഇനി അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിലെ പോലെ തന്നെ അല്ലെങ്കിൽ ഹൈഡ്രോസിയറിലെ പോലെ തന്നെ സ്റ്റേജസ് ഓഫ് സിറാർക്ക് സക്സഷനും 7 സ്റ്റേജസിലാണ് കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത്. 7 സ്റ്റേജസിൽ കൂടിയാണ് ഇത് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി അറ്റൈൻ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് അവിടെ ഫൈറ്റോപ്ലാങ്ക്ടൺ സ്റ്റേജ് ആണെങ്കിൽ ഇവിടെ അത് പറയുന്നത് ക്രെസ്റ്റോസ് ലൈക്കൻ സ്റ്റേജ്. രണ്ടാമത്തത് ഫോളിയോസ് ആൻഡ് ഫ്രൂട്ടിക്കോസ് ലൈക്കൻ സ്റ്റേജ്. 3 മോസ് സ്റ്റേജ് followed by herb stage, shrub stage, the xerophytic tree stage and climax forest stage. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ആണ് ക്രെസ്റ്റോസ് ലൈക്കൻ സ്റ്റേജ്. ലൈക്കൻ എന്ന് പറഞ്ഞാൽ ഫോട്ടോസിന്തസിസ് നടത്താൻ പ്രാപ്തിയുള്ള ഫംഗസിന്റെയും ആൽഗിന്റെയും കോമ്പിനേഷൻ ആണ് ലൈക്കൻസ്. ഈ ക്രെസ്റ്റോസ് ലൈക്കൻസിന്റെ പ്രത്യേകത അത് ബെയർ റോക്കിന്റെയോ അല്ലെങ്കിൽ ഡെസേർട്ടിന്റെയോ സർഫസിലായിരിക്കും. ബെയർ റോക്കിന്റെ സർഫസിലാണ് ആദ്യം പറ്റിപ്പിടിച്ച് അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്ത് വളരുന്ന ലൈക്കനാണ്. അതിന് അറ്റ്മോസ്ഫിയറിൽ നിന്നും മോയ്സ്ചർ അബ്സോർബ് ചെയ്യുന്നതിനും അങ്ങനെ ഫോട്ടോസിന്തസിസ് നടത്തി അതിന് സർവൈവ് ചെയ്യാനും പറ്റും. അങ്ങനെ കോളനൈസ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ പ്രൊപ്പഗേഷൻ ഓട്ടോമാറ്റിക്കലി നടന്നുകൊള്ളും. ദെൻ ഈ ലൈക്കൻസിന്റെ ആക്ടിവിറ്റീസ് കൊണ്ട്
പല ആസിഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതിന്റെ റൂട്ടിൽ നിന്നോ അല്ലെങ്കിൽ അതിന്റെ മെറ്റബോളിക് റിയാക്ഷൻസിന്റെ ഫലമായിട്ട് അത് പല ആസിഡ്സും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഈ ആസിഡിന്റെ പ്രവർത്തനം കൊണ്ട് റോക്സിന്റെ വെതറിങ് നടക്കാം, പതിയെ പതിയെ ഗ്രാജുവലി സ്റ്റാർട്ട് ചെയ്യാം. ഈ വെതറിങ് പ്രൊസീഡ് ചെയ്യുന്നതിനനുസരിച്ച് സോഫ്റ്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ നേരത്തെ സോയിൽ തീരെയും ഇല്ലാത്ത ഡ്രൈ ആയിട്ടുള്ള കണ്ടീഷനാണ് റോക്ക് സർഫസ് ആണെങ്കിലും ഈ ലൈക്കൻസിന്റെ ആക്ടിവിറ്റീസും അതിന്റെ ആസിഡിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് അത് വെതർ ചെയ്ത് സാൻഡ് പാർട്ടിക്കിൾസ് ചെറുതായിട്ട് ഡെവലപ്പ് ചെയ്യാം. വെതറിങ് റോക്കിന്റെ വെതറിങ് സ്റ്റാർട്ട് ചെയ്യും. ദെൻ ഈ ലൈക്കൻസ് പെരിഷ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ ഡെത്ത് സംഭവിക്കുന്നതിനനുസരിച്ച് ഇതിന്റെ ഡീകെ സംഭവിക്കും. ഈ ഡീകെ സംഭവിക്കുന്ന ഓർഗാനിക് മാറ്റർ ഫർദർ അവിടെ സോയിലിലെ അല്ലെങ്കിൽ അവിടുത്തെ ഓർഗാനിക് മെറ്റീരിയലിന് സപ്ലിമെന്റ് ആയിട്ട് ആക്ട് ചെയ്യും. അവിടെ സോയിലിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അതിന്റെ അവൈലബിലിറ്റി കൂടാൻ തുടങ്ങും. ദെൻ സെക്കൻഡ് സ്റ്റേജ് ഈ ക്രസ്റ്റോസ് ലൈക്കൻസിന്റെ കുറെ സമയം ഇത് സർവൈവ് ചെയ്യുന്നതിനനുസരിച്ച് അപ്പോൾ സർഫസിൽ ചെറിയ വ്യത്യാസം വരും. അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടി സാൻഡിന്റെ കോൺസെൻട്രേഷൻ കൂടും. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റേജിലോട്ട് വരാം, ഫോളിയോസ് ആൻഡ് ഫ്രൂട്ടിക്കോസ് ലൈക്കൻ സ്റ്റേജ്. ഈ ഫോളിയോസ് ലൈക്കൻ എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ ലീഫി ആയിട്ടുള്ള ലീവ്സ് ഒക്കെ പൊസസ് ചെയ്യുന്ന ലൈക്കൻസ് ആണ്. അതേസമയം ഫ്രൂട്ടിക്കോസ് ആണെങ്കിൽ കുറച്ചും കൂടി ബുഷ് പോലെ ഇരിക്കുന്ന ലൈക്കൻസ് ആണ്. അപ്പൊ ഈ ഫോളിയോസ് ആൻഡ് ഫ്രൂട്ടിക്കോസ് ലൈക്കൻസ് മറ്റേ പറഞ്ഞ ആദ്യം പറഞ്ഞ ലൈക്കൻസ് സ്പ്രെഡ് ചെയ്തിട്ടാണ് സർഫസിൽ സ്പ്രെഡ് ചെയ്തിട്ടാണ് വളരുന്നതെങ്കിൽ ഈ ഫോളിയോസ് ആൻഡ് ഫ്രൂട്ടിക്കോസ് ലൈക്കൻസ് സബ്സ്ട്രേറ്റത്തിൽ ഒരു സ്പെസിഫിക് പോയിന്റിൽ അറ്റാച്ച് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ റൂട്ട് പോലെ, റൂട്ടല്ല അതിന്റെ ഫൈബ്രസ് ആയിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയിൽ അറ്റാച്ച് ചെയ്ത് ബാക്കി സർഫസിന്റെ മുകളിലോട്ടായിരിക്കും വളർന്നു നിൽക്കുക. അപ്പോൾ ഈ ഫോളിയോസ് ആൻഡ് ഫ്രൂട്ടിക്കോസ് ലൈക്കൻസിനും ഇതുപോലെ അറ്റ്മോസ്ഫിയറിൽ നിന്നും മോയ്സ്ചർ കണ്ടന്റ് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ വിൻഡ് പാർട്ടിക്കിൾസ് ഒക്കെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ വിൻഡിന്റെ ഭാഗമായിട്ട് അങ്ങോട്ട് ക്യാരി ചെയ്തുകൊണ്ട് വരുന്ന സാൻഡ് പാർട്ടിക്കിൾസിനെ എല്ലാം ഇതിനെ അബ്സോർബ് ചെയ്യാം, ക്യാച്ച് ചെയ്യാം. അത് അക്യുമുലേറ്റ് ചെയ്തിട്ട് അതിന്റെ വേരിന്റെ ഇടയിലോ അല്ലെങ്കിൽ റൂട്ട്സിന്റെ ഇടയിലോ സ്റ്റെമ്മിന്റെ ഇടയിലൊക്കെ അക്യുമുലേറ്റ് ചെയ്യും. അങ്ങനെ പൊതുവെ ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സബ്സ്ട്രേറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് ഇത് സഹായിക്കും. ദെൻ അതിന്റെ ഡെഡ് റിമൈൻസിന്റെ ഡികമ്പോസിഷൻ ഹ്യൂമസ് പ്രൊഡ്യൂസ് ചെയ്യും. സോയിൽ ഹ്യൂമസ് വിച്ച് മിക്സസ് വിത്ത് സോയിൽ പാർട്ടിക്കിൾസ് ആൻഡ് ഹെൽപ്പ് ബിൽഡിംഗ് സബ്സ്ട്രേറ്റം ആൻഡ് ഇംപ്രൂവിംഗ് സോയിൽ മോയ്സ്ചർ കണ്ടൻസ് ഫർദർ. അപ്പോ ഇങ്ങനെ ഈ ഫോളിയോസ് ആൻഡ് ഫ്രൂട്ടിക്കോസ് ലൈക്കൻസിന്റെ ആക്ടിവിറ്റി കൊണ്ട് സോയിലിന്റെ ക്വാളിറ്റിയും മോയ്സ്ചർ കണ്ടന്റും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഫർദർ ആയിട്ടുള്ള കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഫർദർ അഡ്വാൻസ്ഡ് സ്പീഷീസിനെ അങ്ങോട്ട് ഇൻവൈഡ് ചെയ്യാനുള്ള ഒരു സബ്സ്ട്രേറ്റം ഇവര് ഒരുക്കി കൊടുക്കും. ദെൻ മൂന്നാമതാണ് മോസ് സ്റ്റേജ്. മോസ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നോൺ വാസ്കുലർ പ്ലാന്റ്സിന്റെ കാറ്റഗറിയിൽ പെടുന്നതാണ് മോസസ്. അതിന് പർട്ടിക്കുലർ ആയിട്ടുള്ള റൂട്ട്സ് ഇല്ല, റൂട്ട്സിന് പകരം റൈസോയിഡ്സ്, അതിന്റെ റൈസോയിഡ്സ് ആണുള്ളത്. അപ്പൊ ഈ റൈസോയിഡ്സിന് നേരത്തെ മറ്റുള്ള ഫ്രൂട്ടിക്കോസ് ഫോളിയോസ് ടൈപ്പ് ലൈക്കൻസിന്റെ ആക്ടിവിറ്റി കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ഓർഗാനിക് മെറ്റീരിയൽ ഡീകേ ചെയ്തുകൊണ്ടുണ്ടായ സബ്സ്ട്രേറ്റത്തിലോട്ട് പെനിട്രേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ റോക്സിന്റെ ഒക്കെ ക്രെവിസസിന്റെ അകത്തോട്ട് ഈ റൂട്ട് അല്ലെങ്കിൽ അതിന്റെ റൈസോയിഡ്സ് പെനിട്രേറ്റ് ചെയ്ത് അവിടെ നന്നായിട്ട് സർവൈവ് ചെയ്യും. ദെൻ ഇതിന്റെയും ഓർഗാനിക് മാറ്റീരിയൽ, ഈ മോസസിന്റെയും ബോഡി എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് മെറ്റീരിയൽ കൊണ്ട് ഫോം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഡെത്ത് ആൻഡ് ഡീകേ സംഭവിക്കുമ്പോൾ അവിടെയും ഹ്യൂമസ് ഫർദർ ആഡ് ചെയ്യപ്പെടും. അതുപോലെ മോസസ് കുറച്ചും കൂടി എന്താണ് പറയുന്നത് പാച്ചസ് ആയിട്ട്, നമ്മൾ റിക്സിയൊക്കെ പഠിക്കുന്നത് പോലെ തന്നെ അതിന്റെ പാച്ചസ് ആയിട്ടാണ് സബ്സ്ട്രേറ്റത്തിന്റെ മുകളിൽ വളരുന്നത്. അപ്പോൾ അത് സോയിലിന്റെ തിക്നെസ് ഇൻക്രീസ് ചെയ്യുന്നതിന് സഹായിക്കും. അപ്പോൾ കുറച്ചും കൂടി ഹെർബേഷ്യസ് ആയിട്ടുള്ള വെജിറ്റേഷൻ പിന്നീട് ആ ഭാഗത്ത് അല്ലെങ്കിൽ ആ ഏരിയയിൽ സർവൈവ് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യും. ദെൻ അടുത്ത സ്റ്റേജിലാണ് ഹെർബ് സ്റ്റേജ്. അപ്പോൾ മോസ് സ്റ്റേജ് വന്നപ്പോൾ കുറച്ചും കൂടി സോയിലിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ സോയിലിന്റെ തിക്നെസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ എൻവയോൺമെന്റിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്, മോയ്സ്ചർ കണ്ടന്റ് വ്യത്യാസം വന്നു. അപ്പോൾ കുറച്ചും കൂടി ഹെർബേഷ്യസ് ആയിട്ടുള്ള വീഡ്സിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റെം അല്ല വളരെ വീക്ക് സ്റ്റെംഡ് ആയിട്ടുള്ള ഹെർബ്സിന് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റും. അതിന്റെ റൂട്ട്സിന് ചെറിയ ചെറിയ ക്രെവിസസിന്റെ അകത്തോട്ടെല്ലാം പെനിട്രേറ്റ് ചെയ്യാം. ദെൻ അതിന് ചെറിയ ആസിഡ്സ് എല്ലാം പ്രൊസീഡ് ചെയ്യും. അത് ഫർദർ വെതറിങ്ങിനെ പ്രൊസീഡ് ചെയ്യും. ലീഫ് ലിറ്ററും ഡെത്തും ഹ്യൂമസ് ആഡ് ചെയ്യും. അതിന്റെ ലീഫ് ലിറ്ററും അതുപോലെ തന്നെ അതിന്റെ ഡെത്ത് ഓഫ് ഈ ഹെർബ്സ് അതിന്റെ ഡീക്കേയും കൊണ്ട് സോയിലിനകത്ത് ഹ്യൂമസ് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഷെയ്ഡിങ്, ഈ ഹെർബ്സ് ഉണ്ടാകുന്നതിനനുസരിച്ച് അത് കുറച്ചും കൂടി ലീഫി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയതുകൊണ്ട് ആ ഭാഗത്തൊരു ഷെയ്ഡ് പ്രൊവൈഡ് ചെയ്യും.
ഈ ഷെയ്ഡ് ഉണ്ടാകുന്നതിനനുസരിച്ച് ഇവോപ്പറേഷൻ റേറ്റ് കുറയും. അങ്ങനെ വരുമ്പോഴേക്കും ഇക്സീറിക് കണ്ടീഷൻ, ഇപ്പോ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്ത് സോയിലിന്റെ തിക്നെസ് ഇൻക്രീസ് ചെയ്തു, അപ്പോ പിന്നെ ഇവോപ്പറേഷൻ റേറ്റ് റെഡ്യൂസ് ചെയ്തു. അപ്പൊ പതിയെ ഇക്സീറിക് കണ്ടീഷൻ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വാട്ടറിന് അവൈലബിൾ ആയി തുടങ്ങി. അപ്പൊ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫർദർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സിന് അവിടെ ഇൻവേഡ് ചെയ്യാം. അപ്പൊ ഈ ക്ലൈമാറ്റിക് ചേഞ്ചസ് എല്ലാം these climatic changes favor the growth of bacterial and fungal population, resulting in increased decomposition activity. ഇതിനനുസരിച്ച് മൈക്രോബിയൽ ഗ്രോത്ത് അല്ലെങ്കിൽ ബാക്ടീരിയൽ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യും. അത് ഡികമ്പോസിഷൻ ആക്ടിവിറ്റിയെ പ്രൊമോട്ട് ചെയ്യും അല്ലെങ്കിൽ സ്പീഡപ്പ് ആക്കും. ഡികമ്പോസിഷൻ കൂടുന്നതിനനുസരിച്ച് ഓർഗാനിക് മെറ്റീരിയലും സോയിലിന്റെ തിക്നെസ്സും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അടുത്ത കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സിന് അങ്ങോട്ട് ഇൻവേഡ് ചെയ്യാൻ പറ്റും. അതിനെയാണ് ഷ്രബ് സ്റ്റേജ്. അപ്പോൾ അടുത്ത സ്റ്റേജ് ആണ് ഷ്രബ് സ്റ്റേജ്. ഈ ഹെർബിനെ റീപ്ലേസ് ചെയ്തിട്ട് ഷ്രബ് സ്പീഷീസ് ആയിരിക്കും പിന്നെ അവിടെ ഉണ്ടാവുക. ഷ്രബ് കൺസിസ്റ്റ് ഓഫ് ഡെൻസ്ലി പാക്ഡ് ബുഷസ് വിത്ത് ഗ്രോത്ത് സ്റ്റണ്ടഡ് ബൈ want of water and high transpiration rate. ഷ്രബിന്റെ പ്രത്യേകത അവരുടെ സ്റ്റെം കുറച്ചും കൂടി വുഡിയാണ് അല്ലെങ്കിൽ കുറച്ചും കൂടി സ്ട്രോങ് ആണ്, ഹാർഡാണ്. പക്ഷെ വാട്ടർ സ്കേഴ്സിറ്റി കൊണ്ട് അത് മുരടിച്ച് വളർന്നുള്ള സ്റ്റാൻഡേർഡ് ഗ്രോത്ത് എക്സിബിറ്റ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് ഷ്രബ് എന്ന് പറയുന്നത്. ആദ്യം അതിന്റെ ഷ്രബിന്റെ ഇൻവേഷൻ വളരെ കുറവായിരിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ, ഏതെങ്കിലും സ്പീഷീസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഷ്രബിന്റെ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഷെയ്ഡിങ് കൂടും, ഇവോപ്പറേഷൻ റേറ്റ് കുറയും. അപ്പൊ പിന്നെയും വാട്ടറിന്റെ അല്ലെങ്കിൽ വാട്ടർ ഇവോപ്പറേഷൻ റേറ്റ് കുറയുന്നതിനനുസരിച്ച് വാട്ടറിന്റെ സ്കേഴ്സിറ്റിക്ക് ഒരു കുറവ് സംഭവിക്കും. അപ്പോൾ കുറച്ചും കൂടി വെള്ളം അവൈലബിൾ ആയിട്ട് വരും. സോയിൽ കുറച്ചും കൂടി മോയിസ്ചർ കണ്ടന്റ് കൂടുതലുള്ള സോയിൽ ആയിരിക്കും. അപ്പോൾ ഫർദർ ആയിട്ടുള്ള ട്രീ അല്ലെങ്കിൽ സീറോഫൈറ്റിക് ട്രീസിന് അങ്ങോട്ട് ഇൻവേഡ് ചെയ്യാൻ പറ്റും. ഈ സീറോഫൈറ്റിക് ട്രീസ് എന്ന് പറഞ്ഞാല് these trees, the first trees growing in such areas are dwarf and widely spaced. ആദ്യം ഒരു വേറായിട്ടുള്ള ഏരിയയിൽ ട്രീ സ്പീഷീസ് അപ്പിയർ ചെയ്യുമ്പോൾ വളരെ തിക്കായിട്ടായിരിക്കത്തില്ല അപ്പിയർ ചെയ്യുന്നത്. അവിടെ എവിടെയും സ്കാറ്റർ ചെയ്തിട്ടായിരിക്കും ഈ ട്രീസ് അവിടെ വളരുന്നത്. അപ്പോ ഹെർബ്സിന്റെയും അത് കഴിഞ്ഞ് ഷ്രബും ട്രീസ് ഒക്കെ വരുമ്പോഴേക്കും പലതരത്തിലുള്ള ബേർഡ്സ് അങ്ങോട്ട് അട്രാക്റ്റഡ് ആകും. ഈ ബേർഡ്സ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന്റെ സീഡ്സിന്റെ പ്രൊപ്പഗേഷൻ ഈസി ആയിട്ട് നടക്കും, വൈഡ് ആയിട്ട് നടക്കും. അപ്പോൾ പല സ്ഥലത്തോട്ട് സീഡ്സ് ഒക്കെ കൊണ്ടിടുന്നതുകൊണ്ട് അതിന്റെ ജെർമിനേഷൻ നടന്ന് കുറച്ചും കൂടി ഈ വൈഡ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള ട്രീസ് ഒക്കെ ഇപ്പോൾ തിക്കായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്ത് വളരെ തിക്കായിട്ട് ട്രീസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത് അൾട്ടിമേറ്റ്ലി അടുത്ത സ്റ്റേജ്, അതായത് ക്ലൈമാക്സ് സ്റ്റേജ്, ദറ്റ് ഈസ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റീസ് ഫോറസ്റ്റ് സ്റ്റേജ്, ഈ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റിയിലോട്ട് ലീഡ് ചെയ്യും. Then the kind of tree species inhabiting the area depends upon the nature of the soil. സോയിലിന്റെ നേച്ചർ അനുസരിച്ചായിരിക്കും അവിടുത്തെ ട്രീ സ്പീഷീസ് ഏതാണോ അത് അവിടെ ഗ്രോ ചെയ്യുന്നത്. അവിടുത്തെ സോയിലിന്റെ നേച്ചർ അനുസരിച്ചായിരിക്കും. കുറേം കൂടി ഡ്രൈ ആയിട്ടുള്ള സോയിൽ ആണെങ്കിൽ ഓക്ക് പോലെ, അക്കേഷ്യ പോലെയുള്ള ട്രീസ് ആയിരിക്കും ആദ്യം വളരുക. അതേസമയം വാട്ടറിന്റെ അവൈലബിലിറ്റി കൂടുതലാണെങ്കിൽ വേറെ ടൈപ്പ് അല്ലെങ്കിൽ മീസോഫൈറ്റിക് ആയിട്ടുള്ള വേറെ ട്രീസ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. ഷെയ്ഡ് ലവിംഗ് സ്ക്രബ്സ് കണ്ടിന്യൂ ടു ഗ്രോ ആസ് സെക്കൻഡറി വെജിറ്റേഷൻ. ഈ ട്രീയെ റീപ്ലേസ് ചെയ്തു അല്ലെങ്കിൽ ട്രീ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വേറെ ഹെർബും ഷ്രബും ഒന്നുമില്ല എന്നല്ല. ഇതുമായിട്ട് കോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ട്രീയുമായിട്ട് കോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്ര സൺലൈറ്റിന്റെ ആവശ്യമില്ലാത്ത ഹെർബുകളും ഷ്രബുകളും എല്ലാം അതിന്റെ കൂടെ ഉണ്ടായിരിക്കും. മോസസ്, ഫേൺസ്, ഇതെല്ലാം കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ ഈ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി നേരത്തെ പറഞ്ഞിരുന്നു അവിടുത്തെ എന്താണ് ക്ലൈമറ്റിന് അതിന് വലിയൊരു റോൾ ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഫോറസ്റ്റ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി അവിടെ പ്രിവെയിൽ ചെയ്യുന്ന ക്ലൈമറ്റിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അവിടെ കുറച്ചും കൂടി ഡ്രൈ ആയിട്ടുള്ള ഹാബിറ്റാറ്റ് ആണെങ്കിൽ ഓക്ക്, ഹിക്കറി ക്ലൈമാക്സ് ഫോറസ്റ്റ് ആയിരിക്കും ഡെവലപ്പ് ചെയ്യുക. അതേസമയം കുറച്ചും കൂടി മീസിക് സ്റ്റേജ്, അതായത് കുറച്ചും കൂടി മോയ്സ്ചർ കണ്ടന്റ് ഉള്ളതാണെങ്കിൽ ബീച്ച്, ഹെംലോക്ക് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കും. അതായത് ഫൈനലി അത് ഉണ്ടാക്കുന്ന ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ
ഈ ക്ലൈമറ്റിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക.